കണ്ണട ഇടയ്ക്കിടയ്ക്ക് പവർ മാറ്റേണ്ടി വരുന്നുണ്ടോ? എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ? വൺ ഓഫ് ദി മെയിൻ കോസ് ഏജിങ് ആണ്. അതായത് പ്രായം കൂടുന്നതനുസരിച്ചിട്ട് പവറിൽ വ്യത്യാസം വരും. 40 അറൗണ്ട് ആവുമ്പം പ്രസ്ബിയോപ്യ അല്ലെങ്കിൽ വെള്ളെഴുത്ത് സ്റ്റാർട്ട് ചെയ്യും. അതായത് ചെറിയ അക്ഷരങ്ങൾ കാണാനുള്ള ബുദ്ധിമുട്ട്. അതും കണ്ണട മാറ്റാൻ ഒരു കാരണമാണ്. അതേപോലെ തന്നെ ഷുഗറിന്റെ വാല്യൂ കൂടിയും കുറഞ്ഞും, അതായത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അത് ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കണ്ടീഷൻസിൽ ഡെഫിനറ്റ് ആയിട്ടും ഇടയ്ക്കിടയ്ക്ക് പവറിൽ വ്യത്യാസം വരും. അതേപോലെ തന്നെ ഗ്ലോക്കോമ, കാറ്ററാക്റ്റിന്റെ തുടക്കത്തിലും ഇങ്ങനെ പവറിൽ വ്യത്യാസങ്ങൾ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ആവാനും സാധ്യതയുണ്ട്. പക്ഷേ കാറ്ററാക്ട് തിമിരം പ്രോഗ്രസ് അനുസരിച്ചിട്ട് പിന്നെ പവറിൽ ഫുൾ കറക്ഷൻ കിട്ടില്ല. നമ്മൾ മിക്കവാറും ആളുകൾ ഇപ്പം നിയർ ഗാഡ്ഗറ്റ്സ് ഒരുപാട് നേരം യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്കൊരു റീഡിങ് ഹാബിറ്റ്സ് വേണം. നമ്മുടെ എത്ര ഡിസ്റ്റൻസിൽ ഫോൺ അല്ലെങ്കിൽ ബുക്ക് കീപ്പ് ചെയ്യണം, നമ്മൾ ലൈറ്റൊക്കെ നല്ല ലൈറ്റുള്ള റൂമിൽ വേണം നമ്മൾ വായിക്കാനായിട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടു ക്ലോസ് ആയിട്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഐ സ്ട്രെയിൻ ഒക്കെ വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും പവറിൽ വ്യത്യാസം വരുത്തും. പിന്നെ വേറെ കണ്ടീഷനാണ് കെരാറ്റോകോണസ്. നമ്മൾ ഒഫ്താൽമോളജിസ്റ്റിനെ പോയി കണ്ട് നമുക്ക് ഫ്രീക്വന്റ് ചേഞ്ച് ഓഫ് ഗ്ലാസസ് വരുന്നുണ്ട്, ആസ്റ്റിഗ്മാറ്റിസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ കെരാറ്റോകോണസ് ഒന്ന് റൂൾ ഔട്ട് ചെയ്യണം. നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ സ്ക്രീനിങ് ചെയ്യണം. കൃഷ്ണമണി നേർത്ത് പോകുന്ന ഒരു കോൺ ഷേപ്പിലേക്ക് പോകുന്ന ഒരു രോഗമാണത്. അപ്പോൾ അത് റൂൾ ഔട്ട് ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഇഫ് ദർ ഈസ് ഒരു ഫ്രീക്വന്റ് ചേഞ്ച് ഓഫ് ഗ്ലാസസിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ.